ഹലോ. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് നമ്മുടെ ഒമാനിലെ ധോഫാർ ഗവർണറേറ്റിലെ നമ്മുടെ സലാലയ്ക്ക് അടുത്ത് 70-75 കിലോമീറ്റർ കിഴക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന മിർബാത്ത് എന്ന് പറയുന്ന ഒരു തീരദേശ പ്രദേശത്ത് നിന്നാണ്. അപ്പം നമുക്കിവിടെ മിർബാത്തിലൊരു ഓയിൽ ചേഞ്ച് കമ്പനി ഉണ്ട്, സെയിൻ ഓട്ടോ കെയർ. അപ്പം നമ്മൾ ഇപ്പോൾ ഖരീഫ് സീസണൊക്കെ തുടങ്ങിയപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ സലാലയിലുള്ള നമ്മുടെ ആ ഒരു പച്ചപ്പും ആ ഒരു ക്ലൈമറ്റൊക്കെ എൻജോയ് ചെയ്യാമെന്ന് അതിന് വേണ്ടിയിട്ട് 2-3 മാസം ഇവിടെ ചിലവഴിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പം ഇവിടെ മിർബാത്തിലാണ് നമ്മുടെ കമ്പനി ഉള്ളത്. അപ്പോൾ നമ്മൾ അതിനോടടുത്ത് ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അപ്പം ആ ഫ്ലാറ്റിൽ നിന്നിട്ടുള്ള ഒരു ഈവനിങ് വ്യൂ ആണ് ഈ കാണുന്നത്. അതിൻ്റെ അപ്പുറം കടലാണ് കേട്ടോ. നമ്മൾ ഉച്ചയ്ക്കൊക്കെ ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ കമ്പനിയൊക്കെ ഒന്ന് കാണാനും പിന്നെ ഈ ചുറ്റുഭാഗമൊക്കെ ഒന്ന് കാണാനും. അപ്പം ആ നീണ്ടു നിൽക്കുന്ന വെള്ള കളറിൽ പന്തൽ പോലെ ഇരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കല്യാണം ഉണ്ട്. ഫ്രൈഡേ സാറ്റർഡേ ഒക്കെ ആയിട്ട് ഇവിടെ കല്യാണം ഉണ്ട്. ആ കല്യാണത്തിൻ്റെ ഫുഡൊക്കെ കൊടുക്കുന്നത് നമ്മുടെ നാട്ടിൽ നമ്മൾ ഓഡിറ്റോറിയത്തിലൊക്കെ ഓഡിറ്റോറിയമൊക്കെ ഇല്ലേ, അതുപോലെ ഈ എന്താ പറയുക വീട്ടിൽ നമ്മൾ പറമ്പിൽ പന്തലൊക്കെ കിട്ടില്ലേ, അതുപോലത്തെ ഒരു സംഭവമാണത്. ഇവിടെ വേറെ ഒരെണ്ണം കൂടി അവർ 2 ദിവസം കൊണ്ട് ചെയ്യുമെന്ന് തോന്നുന്നു. അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അടുത്ത് ഈ കമ്പി വെച്ചിട്ട് കണ്ടില്ലേ അത്. അപ്പം നല്ല കാറ്റാണ്. ആ കാറ്റ് ആ തെങ്ങില്ലേ, തെങ്ങിൻ്റെ ആ ഒരു ഓലയൊക്കെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ എന്താ പറയുക പോകുന്നത് കാണുന്നില്ല. അത് ഇവിടുത്തെ കാറ്റിൻ്റെയാണ്, നല്ല കാറ്റാണ്. ഇത് ഞാൻ നിൽക്കുന്ന റൂമിൽ നിന്ന് ഞങ്ങളുടെ ഫ്ലാറ്റിലെ ബെഡ്റൂമിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഈ ഒരു ഭാഗത്തിൻ്റെ. പഴയ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെയാണ് ഈ ഭാഗത്തധികവും. പിന്നെ ഇവിടുന്ന് എന്താ പറയുക 75 കിലോമീറ്ററൊക്കെ ഉണ്ടെങ്കിലും നമ്മളെ നാട്ടിലെ സ്പീഡല്ലല്ലോ ഇവിടെ. അത് കാരണം പെട്ടെന്ന് അവിടെ എത്താൻ പറ്റും. ഒരു 45 മിനിറ്റ്സ് കറക്റ്റ് വേണ്ട, അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് അവിടെ എത്താൻ പറ്റും. പിന്നെ എന്താ പറയുക, ഞങ്ങളിങ്ങോട്ട് വന്നത് നമ്മുടെ റൂമിൽ നിന്ന് GTCയിലാണ് വന്നത് കേട്ടോ. വന്ന് രാവിലെ ഒരു 9:30 ഒക്കെ, രാത്രി 8 മണിക്ക് കയറി ഒരു 9:30 ഒക്കെ ആയപ്പോഴേക്കും നമ്മൾ സാധാ സ്റ്റോപ്പിലെത്തി. ഇവിടുത്തെ അവിടുന്ന് പിന്നെ നമ്മൾ ഇവിടെ കാറിൽ ആണ്